എല്ലാവർക്കും ടോണി ചേട്ടൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇവനാണ്. സ്റ്റെയറിൻ്റെ അടിയിൽ നല്ല അടിപൊളിയായിട്ടൊരു മായാജാലം സൃഷ്ടിക്കാൻ പോവുകയാണ് ആർദ്രം ഇൻറ്റീരിയൽസ്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് എന്ന് കണ്ടോണം. അപ്പോൾ നമ്മൾ ലാമിനേഷൻ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അടിപൊളിയായിട്ടൊരു ഷോക്കേഴ്സ് മോഡലിലും അതുപോലെ തന്നെ ഒരു ടി വി യൂണിറ്റും അങ്ങനെ നല്ല രീതിയിൽ സ്റ്റോറേജ് ഉള്ള രീതിയിലുള്ളൊരു പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യത്തെ ഷീറ്റ് തന്നെ നമ്മൾ കട്ട് ചെയ്തത് ഇത് കണക്ക് ആ സ്റ്റെപ്പിൻ്റെ അതേ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തൊക്കെ സംഭവം കയറ്റിയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ അടുത്ത പരിപാടികൾ. താഴത്തെ ഒരു ബോക്സ് വരുന്നുണ്ട്, നമ്മുടെ ടി വി യൂണിറ്റിൻ്റെ സെറ്റപ്പ് ബോക്സും കാര്യങ്ങളൊക്കെ ഇരിക്കത്തക്ക രീതിയിലുള്ളൊരു ബോക്സ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീം. ബോക്സിൻ്റെ പണിയൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി അതിന് ഡോറൊക്കെ പിടിപ്പിച്ചാൽ മതി. അതുകൂടാതെ ഇനിയിപ്പോൾ സൈഡിലായിട്ട് ഈ വരുന്ന എൻഡിലിട്ടൊരു പീസ് വരുന്നുണ്ട്. അത് വെച്ചതിന് ശേഷമാണ് നമുക്ക് അവിടെ ഡോറ് വരുന്നുണ്ട്, വലിയൊരു ഡോറ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തെ ഫുള്ള് സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു അടിപൊളി സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ ഒരു ഡോറൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ നേരെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമ്മളവിടെ ആ പോർഷനിലൊരു പീസ് വെച്ചതിന് ശേഷം അവിടെ ഡോറിനുള്ള ബോക്സൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് ഇപ്പോൾ.
ഇത് നമ്മുടെ ഷൂറാക്കാണ്. ഷൂറാക്ക് വന്നിട്ട് നമ്മൾ ഇതിൻ്റെ സ്റ്റെയറിൻ്റെ അടിയിൽ ഏറ്റവും ലാസ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പം ഇതുപോലൊരു സ്ഥലത്ത് ഒരു ടി വി യൂണിറ്റ് വരുമ്പോഴേക്കും നമ്മുടെ ഒരു ഹാളിൽ അല്ലെങ്കിൽ റൂമിൽ നമുക്ക് ടി വി യൂണിറ്റിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പേസ് ഒക്കെ ഒരുപാട് നമുക്ക് ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഷോക്കേഴ്സ്, ആ ടി വി യൂണിറ്റിൻ്റെ അടിയിൽ വരുന്ന ബോക്സുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം കണ്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഷൂറാക്കാണ്. ഇത് ഷൂറാക്ക് കണ്ടോ സ്ലൈഡ് ചെയ്ത് വിടത്തക്ക രീതിയിലുള്ള സംഭവമാണ് കണ്ടോ. നല്ല അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്ത് അകത്തോട്ട് വിടാവുന്നതേ ഉള്ളൂ കണ്ടോ. അതുപോലെ തന്നെ നമ്മൾ ടി വി യൂണിറ്റിൻ്റെ താഴെ വരുന്ന ബോക്സുകളുടെയൊക്കെ ഡോറുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇതിലൊന്നിലും നമ്മൾ ഹാൻഡിൽ സെറ്റ് ചെയ്തിട്ടില്ല, എല്ലാം പുഷ് ബട്ടണാണ്. ഈസി ആയിട്ട് നമുക്കിത് സംഭവം സെറ്റ് ചെയ്യാൻ എടുക്കാനും ഒക്കെ പറ്റും കേട്ടോ. ജസ്റ്റ് ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും ഡോറ് കണ്ടോ. ഇതുപോലെ നമുക്ക് ഡോറുകളെല്ലാം ഓപ്പൺ ആക്കി നമുക്ക് സംഭവം എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്താണ് മറ്റേ സെറ്റപ്പ് ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ വൈറ്റ് ഡോറ് വരുന്നതിൻ്റെ അകത്താണ് സെറ്റപ്പ് ബോക്സും. അതിൻ്റെ ഇപ്പോൾ റിമോട്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ ഗ്ലാസ് പിടിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റെയറിൻ്റെ ബാക്കിൽ കുറേ സ്പേസ് ഉണ്ട്, അത് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അതിനായിട്ടാണ് നമ്മൾ ഈ ഡോർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ. ഡോറൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉൾസൈഡിൽ തന്നെ നമുക്ക് നല്ലൊരു സ്പേസ് ഉണ്ട് കണ്ടോ. ഇനി അവിടെയും ചെറിയ ചെറിയ ബോക്സുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെയൊക്കെ ഇന്റീരിയർ ഡിസൈനിൽ മായാജാലം സൃഷ്ടിക്കാൻ ആർദ്രം ഇന്റീരിയൽസിന് മാത്രമേ കഴിയുകയുള്ളൂ. അപ്പം നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഇന്റീരിയർ വർക്കുകൾ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആർദ്രം ഇന്റീരിയൽസിനെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. വീട് മനോഹരമാക്കണോ? വേഗം വിളിക്കൂ ആർദ്രം ഇന്റീരിയൽസിനെ. പിന്നെ ഒരു പ്രത്യേക കാര്യം, നമ്മുടെ സ്വന്തം ചാനലായ ടോണി ചേട്ടൻ വ്ളോഗ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഉടനെ തന്നെ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.